102. Last and final call for chess number 102. എന്തുപറ്റി പെട്ടെന്നൊരു സ്നേഹം? നീന, ഒരു നിമിഷം ഞാൻ നമ്മുടെ കഴിഞ്ഞ കാലം ഓർത്തു. ഒരുപാട് കിണറുകൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കണ്ടു. ഒരുപാട് മോഹങ്ങൾ നമുക്ക് നമ്മളെ കുറിച്ചുണ്ടായിരുന്നു. അവസാനം ഒരു കാരണവുമില്ലാതെ നീ എന്നെ വെറുക്കുന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയി. ഒരുപാട് മുമ്പ് എനിക്ക് എന്നിട്ടിപ്പോൾ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എന്നിട്ടും എനിക്ക് ഈ കുഞ്ഞിനോട് എന്തോ സ്നേഹം തോന്നുന്നു. നമ്മൾ മാത്രമല്ലേ ഇവിടുള്ളൂ. ഇനിയെങ്കിലും പറയും, ഈ കുട്ടി ഏതാണ്? ഒന്നും തെളിയിക്കാൻ വേണ്ടിയല്ല, നിന്നെ കുഞ്ഞിനെ പുറത്താക്കാനും വേണ്ടിയില്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ഒരിക്കൽ എന്നോട് നീന കാണിച്ച സ്നേഹത്തിന് ഒരല്പ ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ പറയും, ഇതെന്റെ കുഞ്ഞാണ്. പിന്നെ പിന്നെ ബോബിയുടേതല്ല, പക്ഷേ എന്റെ രക്ഷയ്ക്ക് ഈ കുഞ്ഞിനൊരു അച്ഛനുണ്ടായി പറ്റൂ. വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊരു കടന്തേ ചെയ്യുന്നത്. എങ്കിൽ ആരുടെ നാളെ കുട്ടി? അത് ഞാൻ പറയില്ല. പ്ലീസ്, ഞാൻ പറയില്ല. പ്ലീസ്. പറയില്ല. എനിക്ക് ആവശ്യമുള്ള കിട്ടില്ല കേട്ടോ. എല്ലാം കട്ടിപ്പിടിക്കാം. നിന്നെ എപ്പോ ഇങ്ങനൊരു കുഞ്ഞില്ല. എന്തൊക്കെ എന്നിട്ടിപ്പോ ഇങ്ങനൊരു നാടകം കളിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കും നിനക്കും ഇങ്ങനൊരു കുഞ്ഞില്ലാന്ന് നമുക്ക് രണ്ടുപേർക്കും. ഇവിടെ കൊണ്ടുവന്ന കൊച്ച് എന്റെ കൊച്ചല്ല നിങ്ങളുടെ വാഗുകൊണ്ട് പറയുന്നത് ഏതാനും നിമിഷങ്ങൾക്ക് നിങ്ങൾക്ക് ഇതിന് കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ആരുടെ കൊച്ചാണെന്ന് ഞങ്ങളെ കൊണ്ട് പറയിക്കാം. വിളി, പോലീസിനെ വിളി, തള്ളാൻ പിള്ളേ ഒരുമിച്ച് അകത്താക്കണം. അതാണ് ശ്രദ്ധിച്ചേക്കണം. കാര്യം പറ്റില്ല, എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി. ഒരിക്കൽ എന്നോട് നീല കാണിച്ച സ്നേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ എന്റെ കുഞ്ഞാണ്. ഇറങ്ങി പൊട്ടിക്കില്ല.
എന്ത് വേണം, എന്താ കാര്യം? ലാസർ പാലയെന്ന് ഒരു കാപ്പ് കുടിക്കണം, എന്റെ ഭാര്യ ഒന്ന് കാണും. അന്ന് അവളൊന്ന് വിളിക്കണം. ഇയാളുടെ ഭാര്യ ഇവിടെ എന്ത് പണി ചെയ്യുന്നു? ഇവിടെ അവള് ഭാര്യയുടെ പണി തന്നെ ചെയ്യുന്നു. പറയുന്നുണ്ടോ? കാണിക്കല്ലേ, പലവന്റെ ഭാര്യ ഒളിച്ചു താമസിക്കുന്നതാണോ ബോധത്തിനും? ഇവിടുത്തെ കൊച്ചുമാരുടെ ഭാര്യയും കൊച്ചുമാരെ താമസിക്കുന്നത് എന്റെ ഭാര്യയും കൊച്ചുവാ. കണ്ടിട്ടൊരു അവലക്ഷണം പിടിച്ചവനെ പോലുണ്ടല്ലോ. അതല്ല അച്ഛന്റെ കുഴപ്പം. താൻ വലിയ ക്ലോസ് നടന്നത് മര്യാദ ഭാര്യ താൻ ഉടക്കാതിരിക്കുന്ന ഡാഡി പറഞ്ഞ ശരിയാണ്. കണ്ടാൽ അറിയാൻ ചിറ്റയാണെന്ന്. ഇവന്മാരായിട്ട് സംസാരിക്കുന്ന നമ്മുടെ അന്തസ്സിനെ പറ്റിയതല്ല. നിന്നെ വിളിക്കാം. അവളെ വിളിക്ക്. അവള് വരട്ടെ, അവള് വരട്ടെ. ഞാൻ ആരാണ് അറിയില്ലല്ലേ? സൂക്ഷിച്ചു നോക്കും. കോട്ടയം സെന്റ് മേരീസ് പള്ളി 1990 ജനുവരി 9 മാതാവിന്റെ സാക്ഷ്യത്തിൽ നിന്ന് താലി കിട്ടിയ കോർപ്പറേഷൻ ലാസറിന്റെ മുഖത്തോക്കി നിങ്ങൾ ആരാണെന്ന് ചോദിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നത്? എന്റെ ചാന്തിനും പൊട്ടിനും കൂട്ടത്തിനും പോലും എന്റെ ശമ്പളത്തിലെന്ന് പറഞ്ഞ് നീ ഇവിടെ അറിയപ്പോൾ പണത്തിനേക്കാൾ വലിയ വില സ്നേഹത്തിനുണ്ടെന്ന് മനസ്സിലാക്കി നീ എന്റെ വീട്ടിൽ തിരിച്ചു വന്ന 40 മിനിറ്റ് ആ പൂമുഖപ്പുഴയിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച നിനക്ക് വേണ്ടി ഞാൻ കാത്തിരുന്നു. താഴെ മുഴുവൻ എന്നെ എന്റെ കുതിരെ തടി സോറി നിന്നെ നിന്റെ കുഞ്ഞിനെ ഇവിടെ കാണാൻ വന്നപ്പോ ഇത്ര ക്രൂരമായി നിങ്ങൾ ആരാണെന്ന് എന്റെ മുഖത്തോട് നീ ചോദിക്കുന്ന എന്റെ നീനെ ശിക്ഷിക്കാൻ വേണ്ടിയാണ് എനിക്ക് മാത്രമാണ്. എവിടെ നമ്മുടെ കുഞ്ഞ് ഒന്ന് കാണാനോ ഓടി വന്നു? പ്ലീസ് പ്ലീസ്. അതിനുശേഷം നിന്നെ കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല ഞാൻ ജാതി വരെ യാത്രയായത്. വേറെ നല്ല പേരൊന്നും കിട്ടിയില്ലേ മോനെ? ഇത്ര നീതിയാവുന്നു നീ. നിങ്ങൾ കല്യാണം കഴിച്ചത് തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ട്, മാരേജ് സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. മാരേജ് സർട്ടിഫിക്കറ്റ് മതി. അതിൽ കൂടെ തെളിവ് നമുക്ക് വേണ്ടല്ലോ. എല്ലാവരും സമ്മതിക്കില്ല. ഇതെന്തോട്? ഇത് ഞാൻ അടുക്കള കിടപ്പിലാണ് വെച്ചിരുന്നത്. അങ്ങനെ പറ്റിയത് ഇത് മാരേജ് സർട്ടിഫിക്കറ്റ് തന്നെയാണ്. തീരെ കത്തിയിട്ടില്ല. നോക്കിയാൽ മതി. അയ്യപ്പ സാധനം ഞാൻ പറഞ്ഞു നമുക്ക് പഴയ ജനങ്ങൾ നോക്കാൻ പറ്റുമോ? ശരി ശരി ശരി, ഞാൻ നിന്റെ ഭർത്താവല്ല, സമ്മതിച്ചു. പക്ഷെ നീ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. നീ ഒരു പണക്കാരന്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇട്ടോക്കെ നീ സുഖമായി ജീവിച്ചു. പക്ഷെ എന്റെ കുഞ്ഞ്, എന്റെ സ്വന്തം ചേട്ടൻ അല്ല സ്വന്തം ജോലിയെ പറഞ്ഞ കുഞ്ഞ്, എനിക്കത് വേണം. നിന്റെ ജോലി എ പോസിറ്റീവ് ആണ്. ഇമോഷണലായി സംസാരിക്കുന്നത് തമാശ പറയുന്നത് ഒരുപാട് നടന്നുണ്ട. ശരി, കുഞ്ഞിനെ ഞാൻ തരാം. നിങ്ങൾ കുറെ നേരമായി കുഞ്ഞ് കൊച്ചെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്താ കുഞ്ഞിന്റെ പേര്? പേരെന്തിരിക്കുന്നു? ബന്ധത്തിലാണോ കാര്യം? സ്വന്തം അച്ഛന് കുഞ്ഞിന്റെ പേരറിയാതിരിക്കുമോ? അതല്ല, പക്ഷെ താനൊന്ന് ആലോചിക്കും. സ്വന്തം കുഞ്ഞിന്റെ പേര് പറഞ്ഞ് അത് സ്വന്തം കുഞ്ഞാണെന്ന് തെളിയിക്കേണ്ടത് തന്തയുടെ മനോവേദന. ലോകത്ത് ഒരു അച്ഛനെ ഇങ്ങനെ ഒരു ഗതിയിൽ വരുത്തരുത്. ഗുരുവായൂർ അതേത് കർത്താവാണ്? അണ്ണാ നോക്കി ആണ്ട് വേറെ വിളിപ്പിക്കരുത്. അപ്പൊ പേര് പറഞ്ഞ കുഞ്ഞിന് തരും. തരാം. എന്നാ കേട്ടോ, മേരി. മേരി എന്നുള്ള പേരൊരു കുട്ടിയോട് ഇല്ല. മേരി എന്നാണ് ഞാൻ വിളിക്കുന്നത്. എന്റെ കുട്ടി നോക്കുള്ള പേര് വെച്ചോളൂ. എന്താ കൊള്ളില്ല പേര്? നിങ്ങളോട് ചോദിച്ചത് ആ കുട്ടിയുടെ ശരിയായ പേരാണ്. ശരിയായ പേര് മുത്തു. പെൺകുട്ടികൾക്ക് ആരെങ്കിലും മുത്തൊന്ന് പേരിലൂടാ? ഇതൂടെ നേരമൊന്നുമില്ലല്ലോ. എന്റെ അമ്മയുടെ പേര് പീരാമരനായിരുന്നു. നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി നേരെ ചുവയുള്ള തന്തയ്ക്കുന്നുള്ളക്ക് ജനിച്ചല്ലെന്ന്. എനിക്കറിയാം, വീട് അച്ഛന്റെ പേര് ഭവാനിയമ്മ എന്നല്ലേ. മനുഷ്യരുടെ തീർന്നിട്ടും കളിയാക്കല്ലേ. കുഞ്ഞിന്റെ പേരപ്പ തനിക്ക് അറിയില്ല. എന്താണ് പിള്ളേരെ ആവശ്യമില്ലാത്ത സാധനം പോലീസ് സ്റ്റേഷനിൽ ഫോൺ ചെയ്ത് എസ്ഐയോട് വരാൻ പറ. ഇവനെ ഞാൻ ശരിയാണ്. സത്യം പറ, കുഞ്ഞിന്റെ പേര് കുഞ്ഞിന്റെ പേരുള്ള കുഞ്ഞിനെ കാണാൻ